നിനക്കും അല്ലെങ്കിൽ എനിക്കും നമുക്ക് എല്ലാവർക്കും ലൈഫിൽ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെ റിലീഫ് ചെയ്യണമെന്ന് പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ലൈഫ് ഓരോ വർഷം കഴിയുന്നതോറും സ്ട്രെസ്ഫുൾ ആയിട്ട് പോകാമെന്നല്ലാതെ ഒരു റിലാക്സിങ് ഒരു പീസ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടാൻ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളും അത് വളരെ സില്ലിയായിട്ട് നമുക്ക് നേരിടാൻ പറ്റുമെന്ന് ചിന്തിക്കാനുള്ള മനോഭാവം മനുഷ്യരായി നമുക്ക് വളരെ കുറവല്ലേ. അത് ഓരോരുത്തരുടെ ആ ഒരു ബോൾഡും മെച്യൂരിറ്റിയൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ മാറി മറിഞ്ഞ് വരാം എന്നല്ലാതെ എല്ലാവർക്കും സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവും. എൻ്റെ ലൈഫിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യം തന്നെ പറയാം. എൻ്റെ ലൈഫിൽ കുട്ടിക്കാലത്തിലായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ് ടെൻഷൻ സ്ട്രെസ് ഒന്നും പറയുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ക്ലാസ്സിലെ കുട്ടികളോട് എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണം, അവരെങ്ങനെ ഞാൻ ഫ്രണ്ട് ആക്കും. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. എനിക്ക് ആരുമായിട്ട് മിണ്ടാൻ വരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ടെൻഷൻ എത്രമാത്രം ഉണ്ടാവില്ല ഒരു കുട്ടികൾക്ക്. ഞാൻ അന്നേരം എടുത്തിട്ടുള്ളൊരു കാര്യം, ഈ ഇൻട്രോവേർട്ട് പോലെ ഒരാളായതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് മൂണായിരുന്നു കേട്ടോ. ആകാശത്ത് മൂണിൽ നോക്കി നിന്ന് സംസാരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. എത്ര പേര് ഇത് റിലേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് മൂണാണെന്നുള്ളത്. അപ്പം ആ മൂണിൻ്റെ കഥ അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ കണ്ടെത്തിയ എൻ്റെ ഒരു റിലാക്സേഷനാണതെന്ന് ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മൂന്നിനോടത്ത് എല്ലാം പറഞ്ഞു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഹോപ്പാണ്, ഒരു വിശ്വാസമാണ് എന്തോ ഒന്ന് നാളെ നടക്കും എന്നുള്ളത്. ഞാൻ എന്താണ് തിങ്ക് ചെയ്തത്, ആകാശത്തിന് കുറച്ചെടുത്തല്ലേ ദൈവം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് മൂപ്പർക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളത്. ബിക്കോസ് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ പോലെയായിരുന്നു ഞാൻ മൂന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ചിരി വരുന്നുണ്ടെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു റിലാക്സിങ് മെത്തേഡാണ്. ഞാൻ പറയുന്ന വ്യക്തിയുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഫ്രണ്ടാണത്. ഇപ്പം എന്നാൽ ഞാൻ എടുത്തിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഞാൻ കുറച്ച് മെച്ചൂർഡാണ്, ബോൾഡാണ്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പം എനിക്ക് നല്ലൊരു പാർട്ട്ണർ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z നമ്മളിപ്പം ഒരാൾക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരത് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു കാര്യമാണ് റൈറ്റിംഗ് എന്നുള്ളത്. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സ് ചെയ്യുന്നൊരു മെത്തേഡാട്ടോ. നിങ്ങളുടെ മനസ്സിൽ എന്ത് സ്ട്രെസ് തോന്നോ, എന്താണോ നിങ്ങൾ ഭയങ്കരമായിട്ട് അലട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ താഴെ എഴുതുക, ഇതെങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, ഇതെൻ്റെ ലൈഫിലേക്ക് എങ്ങനെയാണ് വന്നത്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമ്മൾ കൊടുത്തു കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും, നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരു സ്ട്രെസ് റിലീഫ് വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സംസാരിച്ച് മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഞാൻ അങ്ങനെ ഒരാളാട്ടോ. അത് എൻ്റെ പാർട്ട്ണർ എത്ര നല്ലതാണെങ്കിലും നല്ലൊരു ഫ്രണ്ട് ഉണ്ടായാലും അവരെല്ലാ കാര്യം പറഞ്ഞു വെറുപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് എഴുതും കേട്ടോ. അപ്പം എനിക്ക് അത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എഴുതാൻ വേണ്ടി ശീലിച്ച് നോക്കും. തീർച്ചയായിട്ടും ഒരു നല്ലൊരു റിലീഫ് മെത്തേഡാട്ടോ അത്.